വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തെ സംഗീതം കൊണ്ട് ശോഭനമാക്കുന്ന ഒരു മിടുക്കനെ പരിചയപ്പെടാം ഇനി. ഓട്ടിസം എന്ന അവസ്ഥയെ സംഗീതം കൊണ്ട് തോൽപ്പിക്കുകയാണ് 6ാം ക്ലാസ്സുകാരൻ ഗൗതം. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല വലിയ പുരസ്കാരവും ഈ കൊച്ചുമിടുക്കനെ തേടിയെത്തിയിട്ടുണ്ട്. ഗൗതമിന്റെ വിരലിൽ നിന്ന് വിരയുന്ന സംഗീതത്തിന് ഇരട്ടി മധുരമാണ്. ഓട്ടിസം എന്ന രോഗത്തെ സംഗീതം കൊണ്ട് തോൽപ്പിച്ച കൊച്ചുമിടുക്കൻ ഗൗതം ശരിക്കും ഒരു അത്ഭുതമാണ്. വാക്കുകൾ കൊണ്ടല്ല ഈ കൊച്ചുമിടുക്കൻ സംസാരിക്കുന്നത്, വിരലിലെ സംഗീതം കൊണ്ടാണ്. അത്രമേൽ മധുരമുണ്ട് അനർഘനിർഘണമായി ഒഴുകുന്ന ഈ സംഗീതത്തിന്. ഒരു പാട്ട് അതൊറ്റത്തവണ മാത്രം കേട്ടാൽ മതി ഗൗതമിന്. പിന്നെ അത് കീബോർഡിലും പിയാനോയിലും വിരിയും. ഇതിൽ കൂടുതലൊന്നും ഗൗതമിന് പറയാനില്ല. വാക്കുകൾ കൊണ്ടല്ല ഗൗതം സംസാരിക്കുന്നത്, സംഗീതം കൊണ്ടാണ്. അതാണ് അവന്റെ ലോകം. ആ ലോകത്ത് മറ്റാർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഗൗതം എത്തിക്കഴിഞ്ഞു എന്നതിനുള്ള അംഗീകാരം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം. അവന് 1 വയസ്സായപ്പോഴാണ് ഇത് തിരിച്ചറിഞ്ഞത്. അവൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് അവനവിടെ അന്ന് അവർ USA അവിടെ അവനെ 2 വർഷം പഠിപ്പിച്ചു. പിന്നെ നാട്ടിൽ വന്നതിൻ്റെ ശേഷം 3 മാസം അവനെ പഠിപ്പിച്ചു. കീബോർഡും പിയാനോയും അങ്ങനെ ഗൗതം ഇതെല്ലാം വായിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഗൗതമിന്റെ കയ്യിൽ ഒറ്റ ഉത്തരം: അമ്മയ്ക്ക് വേണ്ടി. ആ ഉത്തരത്തിലെല്ലാം ഉണ്ട്. ഓട്ടിസം എന്ന പ്രതിഭാസം യാതൊരുവിധ പരിമിതികളും സൃഷ്ടിക്കുന്നില്ല എന്നാണ് ഗൗതം സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ജനം, കോഴിക്കോട്.